അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാണ്ടാവുമല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലേ. നീതിയില്ലാത്ത ഒരു കാലത്ത് നിന്ന് നീതിയുള്ള ഒരു കാലത്തിലേക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമുക്കൊരു പരിധി വരെ നമുക്ക് പറയാം നമ്മൾ നീതിയുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്നൊരു പരിധി വരെ മാത്രം നമുക്ക് പറയാം. പക്ഷേ ഇതിലൊക്കെ എത്രയോ എന്താ പറയുക അനീതി അനുഭവിച്ച ഒരു ജനത ഉണ്ടായിരുന്നു. ആ ജനതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് നമുക്ക് പേരിനൊരു നിയമത്തിലെങ്കിലും എന്ത് വന്നിട്ടുണ്ട്, ഒരു നീതി വന്നിട്ടുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് അതുപോലും ഇല്ലാത്തൊരു കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പറയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കഥയാണ്. ആ കഥ ഇപ്പം നമുക്കിതിപ്പോൾ വായിക്കാനുള്ള ടൈം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കഥേൻ്റെ ഒരു ചുരുക്കം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇദ്ദേഹം ആരാന്നറിയില്ലേ? ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അറിയില്ലേ? ഇനിയിപ്പോൾ അയാളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണോ? ഫോട്ടോയിൽ കാണുന്ന ആളെ അറിയില്ലേ? ആരാ? അതെ, ആരാ? അത് APJ ആണല്ലേ. APJനെ അറിയാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചതേ തെറ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ജന്മസ്ഥലം എവിടെയാണ്? APJയുടെ ജന്മസ്ഥലം, നമ്മുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണോ? ഇന്ന് നിങ്ങൾക്കൊന്നൊരു ഉഷാറില്ലല്ലോ ഒന്ന്. അല്ലെങ്കിൽ ടപ്പേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് വരുമായിരുന്നല്ലോ. രാമേശ്വരത്താണ് അല്ലേ? യെസ്, രാമേശ്വരത്താണ്. തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് APJ ജനിച്ചത്. അവിടെയുള്ള ഒരു ചെറിയൊരു കഥയാണ് APJ ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? വിങ്സ് ഓഫ് ഫയർ അല്ലേ? അഗ്നിച്ചിറകുകൾ. വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അതെ, വിങ്സ് ഓഫ് ഫയർ ആണ്. അപ്പോൾ ആ ഒരു അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പം നമ്മൾ ജാതി മതമൊക്കെ നോക്കിയിട്ടാണോ തിരഞ്ഞെടുക്കുക? ആണോ? അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഇവൻ കൊള്ളാലോ, ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വെളുത്ത നിറം, നല്ല മുടിയുണ്ടല്ലോ, എന്നാ ഇവൻ എൻ്റെ ഫ്രണ്ട്. അങ്ങനെയാണോ? നിങ്ങളൊക്കെ അങ്ങനെയാണോ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാറ്? ആണോ? ആളുകളുടെ ഭംഗിയും നിറവും മുടിയും ഒക്കെ നോക്കിയിട്ടാണോ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാറ്? അല്ലേ. നമ്മൾ ഒരാളെ കാണും, നമ്മുടെ വൈബുമായിട്ട് സെറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നീ തന്നെ എൻ്റെ ഫ്രണ്ട് അല്ലേ. ചിലപ്പം വലിയ വിവരമൊന്നും കാണത്തില്ല, പക്ഷെ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ വൈബിനൊത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ വൈബിനൊക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയും അല്ലേ. അല്ലാതെ നമ്മളിപ്പം ഭംഗിയും മതവും ജാതിയും ഒന്നും നമ്മൾ പോയ പാടുന്ന എൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് ഇങ്ങ് എടുത്തേ, ഞാൻ നോക്കട്ടെ നിന്നെ എൻ്റെ ഫ്രണ്ടാക്കാൻ പറ്റുമോയെന്ന്, അല്ലെങ്കിൽ നിൻ്റെ ജാതകം അങ്ങ് എടുത്തേ ചോദിക്കുമോ? ഇല്ല അല്ലേ. നമ്മളെന്താ ചെയ്യുക? നമ്മൾ സംസാരിച്ച് നോക്കും. ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വന്നിരുന്ന് സംസാരിക്കും. അപ്പോൾ ഓക്കെ, നമ്മളൊന്ന് ചിരിച്ച് സംസാരിക്കും. രണ്ടാമത്തെ ദിവസം നമ്മൾ പിന്നെയും കാണും. അങ്ങനെ നമ്മൾ എന്തായും? ഫ്രണ്ട്സ് ആവും. അതേപോലെ നമ്മുടെ APJക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. രാമേശ്വരം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് എന്ന് പറയുന്നത് ആരായിരുന്നു? രാമശാസ്ത്രി ആണെന്ന് തോന്നുന്നു. രാമശാസ്ത്രി എന്നാണ് പേരെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പം അവിടെയുള്ള സാറിന് അതത്ര പിടിച്ചില്ല. അപ്പോൾ സാർ എന്ത് പറഞ്ഞു? APJ എങ്ങനെയാണ് തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അയാൾക്ക് തീരും പിടിച്ചില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? APJനെ പിടിച്ചിട്ട് എങ്ങോട്ട് ഇട്ടു? ബാക്കിലെ ബെഞ്ചിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കയ്പേറിയ ഒരു അനുഭവം ആർക്ക് ഉണ്ടായിട്ടുണ്ട്? APJക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഈ ഒരു അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്നൊരു ബുക്കിൽ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കഥയൊന്നും ഓർക്കൊന്നും വേണ്ട. കഥയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ പേരൊന്നും ആരും ചോദിക്കത്തൊന്നുമില്ല. നമുക്കിവിടെ വേണ്ടത് എന്താണ്? APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ എന്താണ്? അഗ്നിച്ചിറകുകൾ.
APJ അബ്ദുൽ കലാം ജനിച്ചത് എപ്പോഴാണ്? 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. അപ്പൊ ഇത് രണ്ടുമാണ് APJ കുറിച്ച് പറയാനുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ അല്ലേ? ആർക്കും ഒരു ഉഷാറില്ല കേട്ടോ. ഒരു ഉഷാറും ഇല്ല. അല്ലെങ്കിൽ ഭയങ്കര നല്ല ചുറുചുറുക്കോട് കൂടിയ മക്കളായിരുന്നു, എന്നോ ഒരു ഉഷാറും ഇല്ല. എന്താ കൈയൊക്കെ കഴിച്ചോ? ഇത്രയും നേരം നിങ്ങൾ ഈ ഫോൺ കളിക്കാൻ ആരാ നിങ്ങളോട് പറഞ്ഞേ? നല്ല ഉഷാറിൽ വന്നേ. നിങ്ങൾ ഉഷാറാവുമ്പോഴേ എനിക്ക് ഉഷാർ. കുറച്ച് റിയാക്ഷൻസും ഒക്കെ തന്നേ, എന്നാലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. നിങ്ങൾക്കൊന്നും ഒരു ഉഷാറേ ഇല്ല. അയ്യോ, നിങ്ങളുടെ റിയാക്ഷനൊക്കെ പോകുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാവുന്നു. അപ്പോൾ ഓക്കെ അല്ലേ? നല്ല ഉഷാറിലിരിക്കുക. ഒന്നാമതേ 9 മണി. 9 മണിക്കൊക്കെ ചിലർക്കൊക്കെ 9 മണി എന്ന് പറഞ്ഞാൽ രണ്ടുറക്കൊക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്തങ്ങ് കേട്ടോ. അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, അറിയുന്നവർ തന്നെയായിരിക്കും. എന്നാലും മനസ്സ് തറച്ചങ്ങ് കയറട്ടെ. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടാല്ലേ? ചുരുക്കി അടിച്ചാൽ മതി. അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. ഓക്കെ. APJ അബ്ദുൽ കലാം ജനിച്ചത് 1931 ഒക്ടോബർ 15 ഒക്ടോബർ 15 കഴിഞ്ഞു പോയില്ലേ? അത് രാമേശ്വരം, തമിഴ്നാട്ടിലാണ്. വെരി ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബുക്കിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ഒരു സംഭവമുണ്ട്. അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം. ഇതിലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർജിനലൈസേഷൻ. മാർജിനലൈസ് ചെയ്യുക, അതായത് ചില വിഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി നിർത്തും. അത് ചിലപ്പം മതപരമായിട്ടായിരിക്കും, ചിലപ്പം ജാതിപരമായിട്ടായിരിക്കും. അത് നമ്മൾ പറയും. അതായത് നമ്മൾ എന്താ പറയുക, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും എന്തുണ്ട്? തുല്യ പരിഗണനയുണ്ട്. പക്ഷെ ഇത് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അതായത് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറഞ്ഞാൽ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ എന്ത് ചെയ്യും? അങ്ങ് മാറ്റി നിർത്തിക്കളയും. എന്ത് ദുഷ്ടത്തരല്ലേ അവർ ചെയ്യുന്നത്? അപ്പം നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ചില ആളുകളെ ഇവരെന്ത് ചെയ്യുന്നു? അരികുവൽക്കരിക്കുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ അരികുവൽക്കരിക്കപ്പെടുന്നു, പാർശ്വവൽക്കരിക്കപ്പെടുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർജിനലൈസേഷൻ. അപ്പോൾ ഈ അരികുവൽക്കരണം നടക്കുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അരികുവൽക്കരണം നടക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രകൃതി ദുരന്തം. അതായത് അരികുവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രകൃതി ദുരന്തത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കും? വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായവ. അതേപോലെ തന്നെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ. പിന്നെ ജാതി, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കൽ. മ്യൂട്ട് ചെയ്യണേ, ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. ആരോ ഓഡിയോ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അറിയാതെ അൺമ്യൂട്ടായി പോയതാണോ? ഓ ചോദിച്ചോ. ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ? കേൾക്കുന്നില്ല, അതാണ്. ആരും ലെഫ്റ്റായി പോവല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാനിത് പറഞ്ഞങ്ങ് പോട്ടെ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുവോ? അവസാനം ഡൗട്ട് ഉള്ളവർ അവസാനം ചോദിക്കുവോ? ഏത് വേർഡാണ്? അരികുവൽക്കരണമാണോ? അരികുവൽക്കരണം അതല്ലേ? അരിക് എന്ന് പറയില്ലേ നമ്മള്? അതായത് നമ്മൾ ഒരാളെ അരിക്കേക്ക് മാറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുക, അരികുവൽക്കരണം. ഇപ്പൊ അരിക്ക് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പറയും അരിക്ക് എന്ന് പറയും. അരിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂലയ്ക്ക് അരിക്ക് പോയി കിടക്കാൻ പറയും. നമ്മൾ കിടക്കുന്ന സമയത്ത് അരിക്ക് എന്ന് വെച്ചാൽ ഏറ്റവും അറ്റത്തില്ലേ, അതിനാണ് അരിക് ഉദ്ദേശിക്കുന്നത്. അതാണ് അരികുവൽക്കരണം എന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യാണ്? ചില വിഭാഗക്കാരെ ഒരു മൂലയിലേക്ക് അങ്ങ് മാറ്റി നിർത്തുക.
അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അതന്നെ പാർഷ്വാലിറ്റി, പാർശ്വവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ. ഒരു പാർഷ്വാലിറ്റി ഉണ്ടാക്കുക, ഒരു പാർശ്വവൽക്കരണം, അതന്നെ പാർഷ്വാലിറ്റി തന്നെ സംഭവം. ഓക്കെ ആണോ? മനസ്സിലായോ? അത് ചോദിക്കത്തൊന്നുമില്ല, ജസ്റ്റ് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ പുതിയൊരു വേർഡ് കിട്ടിയില്ലേ, അരികുവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അരികുവൽക്കരണം എന്താ നോക്കിയാലോ? ആ അരികുവൽക്കരണം നടക്കാനുണ്ടാവുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അരികുവൽക്കരണം നടക്കുന്ന സാഹചര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. അതായത് നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടും ഒക്കെ നഷ്ടപ്പെടും. അപ്പം നമ്മൾ എന്തായി മാറും? ഒറ്റപ്പെട്ടു പോകും. അല്ലെങ്കിൽ യുദ്ധങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നമ്മൾ എന്തായി മാറും? ഒറ്റപ്പെട്ടു പോകും. ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ അരികുവൽക്കരിക്കപ്പെടും? ജാതിപരമായിട്ട്, മതപരമായിട്ട്, ഗോത്രപരമായിട്ട്, ലിംഗപരമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മനഃപൂർവ്വം നമ്മൾ അവരെ ഒഴിവാക്കും. അതായത് നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെ എന്താണ്? പണ്ട് കാലത്ത് സ്ത്രീകൾ എങ്ങനെയായിരുന്നു? ഇതേപോലെ അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു സ്ത്രീകൾ. അതുപോലെ പണ്ട് കാലത്തെ താഴ്ന്ന ജാതിക്കാർ അല്ലേ? താഴ്ന്ന ജാതിക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. അതല്ലേ നമ്മൾ ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം ഒക്കെ പഠിച്ചത് എന്തുകൊണ്ടാണ്? ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യായിരുന്നു? മാറുമറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ തമ്പ്രാട്ടിമാർക്കൊക്കെ മാറുമറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് എന്തില്ലായിരുന്നു? മാറുമറിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഈ തമ്പ്രാട്ടിമാർക്കുടെ പേരുകളൊക്കെ എന്താണ്? ലക്ഷ്മി, ദേവി എന്നൊക്കെയായിരുന്നു. എന്നാൽ ഈ താഴ്ന്ന ജാതിക്കാർക്ക് എന്തില്ലായിരുന്നു? അവർക്ക് ലക്ഷ്മി, ദേവി എന്നൊന്നും പേരിടാൻ പറ്റത്തില്ല. അവരുടെ പേരെന്താണ്? ചിരുത, പിന്നെന്തൊക്കെയാ അങ്ങനത്തെ ഒരു അങ്ങനത്തെ എന്താ പറയാ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അയ്യേ എന്ന് തോന്നുന്ന പേരുകളൊക്കെ ഇല്ലേ? ചിരുത, പിന്നെന്താ തിത്തൈ, കാളി, അങ്ങനത്തെ പേരുകളൊക്കെയാണ്. ചാത്തൻ, കോരൻ, മാടൻ, അങ്ങനത്തെ പേരുകളൊക്കെയാണ് നമ്മൾ ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഇടാൻ പാടുള്ളായിരുന്നു. അതായിരുന്നു അന്നത്തെ നിയമവും ഭരണഘടനയും. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് ജാതിഭേദമന്യേ നമുക്ക് എന്തും ചെയ്യാവുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു അവകാശം ഉണ്ട്. എന്നാലും അവിടെ എന്തുണ്ട്? ചെറിയ ചെറിയ കല്ലുകടി ഉണ്ട്. ഇപ്പോഴും പാടെ നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പാടെ ജാതി മത ചിന്തകളൊക്കെ എവിടെ നിന്ന് പോയോ? നമ്മുടെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടോ ജാതീയ ചിന്തകളും മതചിന്തകളും? നമ്മൾ എന്താണ് കുറച്ചുകൂടി പോസ്റ്റ് മോഡേൺ ചിന്താഗതിയുള്ള ആളുകളായതുകൊണ്ട് നമ്മളിതൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ നമുക്കൊരു മുൻ തലമുറ ഉണ്ടല്ലോ, അവർക്കും ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിങ്ങനെ അംഗീകരിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മക്കളൊക്കെ ആവുന്ന സമയത്തേക്ക് ജാതി എന്ന് പറയുന്ന സാധനം ഒരു സംഭവമില്ലേ? ജാതി എന്താണെന്ന് ചോദിക്കുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മരമല്ലേ ജാതി എന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ആ കുട്ടികൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി? നമുക്ക് പറയുന്നത് ജാതി എന്ന് പറയുന്ന സാധനം ഇവിടുന്ന് ഇല്ല, തുടച്ചു നീക്കപ്പെട്ടു. ഇപ്പോഴും എന്തുണ്ട്? ജാതി ഉണ്ട് അല്ലേ? കല്യാണം കഴിക്കുന്ന സമയത്ത് കാസ്റ്റ് നോക്കുന്നുണ്ട്, മതം നോക്കുന്നുണ്ട്. എന്താണ് ലവ് മാരേജ് ആണെങ്കിൽ അവിടെ ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ജാതി കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പണ്ട് കാലത്തുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്തുണ്ട്? ഭരണഘടനാപരമായിട്ട് ഇതിനൊക്കെയുള്ള അവകാശങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അരികുവൽക്കരണം. വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക അരികുവൽക്കരണം എന്താണ്, എന്തിൻ്റെയൊക്കെ ബേസിലാണ് അരികുവൽക്കരണം. അത്രയേ ഉള്ളൂ, ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഓക്കെ ആണോ? നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. അഥവാ എങ്ങാൻ
PSC ഇടുന്ന ആൾക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നിയാലോ, അരികുവൽക്കരണത്തെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നിയാലോ? അപ്പോൾ നിങ്ങൾ അറിയാതായിപ്പോണ്ട. ഇപ്പോൾ അരികുവൽക്കരണം എന്ന് പറയുന്ന വാക്ക് ഒരു പുതിയൊരു വേർഡും കിട്ടി, എന്താന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഇതേപോലെ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീകൾ, അവിടെ കിടക്കുന്നുണ്ട് സ്ത്രീകൾ. പിന്നെ നമ്മൾ കാണുന്ന പുതിയൊരു വിഭാഗമാണ്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു വിഭാഗമാണ് ആര്? ട്രാൻസ്ജെൻഡേഴ്സ് അല്ലേ? നമുക്കിപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അറിയാം. സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ നമുക്ക് പറയാം. പണ്ട് കുറച്ച് മുന്നത്തെ കാലത്താണെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൗതുകമായിരുന്നു അവരെ കാണുമ്പോൾ. ചിലർക്ക് പുച്ഛമായിരിക്കും, ചിലർക്ക് കൗതുകമായിരിക്കും, ചിലർക്ക് ബഹുമാനമായിരിക്കും. പക്ഷെ ഇപ്പം എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്താണ് അവരെ മനസ്സാൽ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ നമുക്ക് എന്തെങ്കിലും അപേക്ഷയൊക്കെ സമർപ്പിക്കണമെങ്കിൽ നമ്മുടെ സെക്സിൻ്റെ കോളത്തിൽ മെയിൽ ഫീമെയിൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആരും കൂടി വന്നടോ? ചരിത്രപരമായ മാറ്റങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ആരും കൂടി വന്നു? നിങ്ങൾക്ക് ഒരു അപേക്ഷ കിട്ടി, അപേക്ഷയിൽ നിങ്ങളുടെ സ്ത്രീ പുരുഷൻ, അത് കഴിഞ്ഞാൽ അടുത്ത ആര് വരും? ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ മൂന്നാം വിഭാഗക്കാർ. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ? ചരിത്രപരമായ മാറ്റമൊക്കെ തന്നെയാണ്, പക്ഷേ അങ്ങനെ ആവശ്യമുണ്ടോ ശരിക്കും? ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിലും നല്ലത് ആരാവാനാണോ അവർ ആഗ്രഹിച്ചത് അതിലേക്ക് അവർക്ക് മാറിയാൽ പോരെ. സ്ത്രീ ആണെങ്കിൽ സ്ത്രീ, പുരുഷനാണെങ്കിൽ പുരുഷൻ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അവരെന്തായി കാണുകയാണ്? വേറൊരു വിഭാഗമായിട്ട് പിന്നെയും കണ്ടുപോകുന്നില്ലേ? അപ്പം അതിലും ബെറ്റർ എന്താണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവരംഗീകരിച്ചു എന്നുള്ളത് പക്ഷെ ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ് അല്ലേ? എല്ലാവരും ഉറങ്ങുകയാണോ? എല്ലാവരും മ്യൂട്ടും ആക്കിയിട്ട് ഓരോ വഴിക്ക് പോകുമായിരിക്കും അല്ലേ? ഞാനിങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി ഓരോരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ മെല്ലെ മെല്ലെ ക്ലാസ് എടുക്കുവാണേ. അപ്പം നിങ്ങളിങ്ങനെ ഒരു ഉഷാറും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അതാണ് ഞാൻ പറഞ്ഞു, ഇപ്പോഴും അംഗീകരിക്കുക. അത് ഇപ്പം സ്ത്രീനെ, അതായത് സ്ത്രീകൾ പുറത്തു പോകുന്നത്, രാത്രി പുറത്തു പോകുന്നത്, എന്താണ് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ജോലി ചെയ്യുന്നത് അംഗീകരിക്കാത്തവരുണ്ട്. ജാതിയുടെ കാര്യത്തിൽ ഇപ്പോഴും താഴ്ന്ന ജാതിക്കാർ അംഗീകരിക്കാത്തവരുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇപ്പോഴും അംഗീകരിക്കാത്തവരുണ്ട്. അതൊരു പക്ഷം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു രീതി അല്ലെങ്കിൽ എന്താണ് അവരുടെ ചിന്താഗതിയാണത്, കാഴ്ചപ്പാടാണത്. അതിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇനി വരുന്ന തലമുറ അങ്ങനെ ആവില്ല ഒരിക്കലും. കാരണം അവരുടെ പാരൻ്റ് എന്ന് പറയുന്ന ആരാണ്? നമ്മളൊക്കെയാണ്. അപ്പം നമ്മളൊരിക്കലും അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കില്ല, ഈ രീതിയിൽ അവരെ പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുണ്ടാവില്ല. ട്രാൻസ്ജെൻഡേഴ്സിന് ചിലപ്പോൾ അവർ ചേച്ചിയാണെങ്കിൽ ചേച്ചി, ചേട്ടനാണെങ്കിൽ ചേട്ടാന്നേ അഭിസംബോധന ചെയ്യുള്ളൂ. ട്രാൻസ് എന്ന് പറയുന്നൊരു സാധനം എന്താണെന്ന് അവർക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ കാര്യമായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് നമ്മുടെ APJയുടെ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമുക്ക് പറയാനുള്ള 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥ, 2 അദ്ദേഹത്തിൻ്റെ ജനനം. അത് രണ്ടും നമ്മൾ പറഞ്ഞു, നമുക്ക് ഓക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് അരികുവൽക്കരണം. അപ്പം അരികുവൽക്കരണം എന്താണെന്ന് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ഒരു കഥ പോലെയൊക്കെ ഒന്ന് പറഞ്ഞു തന്നത്. അപ്പം അരികുവൽക്കരണം എന്ന് പറയുന്നത് ഇന്നും നിലനിൽപ്പുണ്ട്. അവരൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഓരോരുത്തരുടെ മനസ്സിലും, നിങ്ങളുടെ ഒന്നുമല്ല എന്നാലും ഒരുപാട് പേരുടെ മനസ്സിൽ എന്തുണ്ട്? കാഴ്ചപ്പാട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മാറാൻ കുറച്ച് സമയമെടുക്കും. അപ്പം ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, വിദ്യാഭ്യാസവും നവോത്ഥാനവും. ഇത് മുതൽ ഓർത്തോളൂ കേട്ടോ, ഇത് മുതൽ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ വിദ്യാഭ്യാസവും നവോത്ഥാനവും എന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത് അയ്യങ്കാളിയെ കുറിച്ചാണ്. ഇതിപ്പോൾ നമ്മുടെ നവോത്ഥാന നായകന്മാർ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അതുപോലെയൊക്കെ ചെറിയ ചെറിയ ആളുകളൊക്കെ നിങ്ങൾ ഇതിൽ കണ്ടെന്നിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ഇതേ സംഭവം. അക്കാലത്ത് ദളിത് എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിക്കാരുണ്ടായിരുന്നു, ദളിത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 1915 ആ ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടി, ഒരു ദളിത് ബാലിക, പഞ്ചമി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആര് കൊണ്ടുവന്നു? അയ്യങ്കാളി കൊണ്ടുവന്നു. അപ്പോൾ അവിടെയുള്ള സവർണ ജാതിക്കാർ, അവരാണ് അവിടുത്തെ ആളുകൾ. സവർണ ജാതിക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉന്നത കുലജാതർ. അവരെന്ത് ചെയ്തു? അങ്ങനെ ഇപ്പം ആരും ഇവിടെ പഠിക്കണ്ട, അതായത് ദളിതായിട്ടുള്ള കുട്ടി ഇവിടെ പഠിക്കണ്ട. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എലിയെ പേടിച്ച് ഇല്ലം ചുടാന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇവിടെ നടക്കുന്നത്. അവരെന്ത് ചെയ്തു? ഞാൻ ഒരു 1.5 മണിക്കൂർ ഞാൻ ഇതിന്റെ മുകളിൽ കുത്തിരിക്കണ്ടേ? എത്ര പ്രാവശ്യം ബ്രേക്ക് ഇടുന്നു ഞാൻ? തപ്പുന്ന കുറെ നേരമായിരുന്നു. പോടുങ്ങള് ഹലോ, ഓക്കെ, സോറി കേട്ടോ, ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നേ, സോറിയേ. അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്, ഗ്രാമത്തിൽ അയ്യങ്കാളി എന്ത് ചെയ്തു? അയ്യങ്കാളിനെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അദ്ദേഹം എന്ത് ചെയ്തു? ദളിത് ബാലികയായിട്ടുള്ള പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അവിടെയുള്ള സവർണ ജാതിക്കാർ, അതായത് നമ്മുടെ ഉന്നതകുല ജാതർ, അവരെന്ത് ചെയ്തു? ആ സ്കൂൾ അങ്ങ് തീയിട്ട് നശിപ്പിച്ചു. ഈ എലിയെ പേടിച്ച് ഇല്ലം ചൂടുക എന്നൊക്കെ നമ്മൾ പറയൂലേ, അതൊരു പഴമൊഴിയാണ്. അത് അവരങ്ങ് യാഥാർത്ഥ്യമാക്കി. അതായത് ഒരു ദളിത് ബാലിക ഇവിടെ പഠിക്കണ്ട, സ്കൂളിൽ പഠിക്കണ്ട. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? സ്കൂൾ അങ്ങ് തീയിട്ട് നശിപ്പിച്ചേക്കാം നമുക്ക്. അത്രത്തോളം ദുഷ്ടത നിറഞ്ഞ മനസ്സായിരുന്നു അന്നത്തെ കാലത്ത് സവർണ ജാതിക്കാർക്ക്. ഒന്ന് മാത്രം ഓർത്താൽ മതി, ഈ സവർണരുടെയും അവർണരുടെയും എന്താ പറയുക, ഞരമ്പുകളിലൂടെ ഓടുന്നത് എന്താണ്? ചുവന്ന രക്തം തന്നെയാണ്. അതെന്തായാലും ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. ജാതി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരാൾ എന്താ പറയുക, ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചത് കൊണ്ട്, ഒരു കുട്ടി ഉയർന്ന ജാതിയിൽ ജനിച്ചത് കൊണ്ട് ആ കുട്ടി മോശമാവുമോ നല്ലതാവുമോ ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അവരെന്താണ് വളർത്തിയെടുക്കുന്ന സാഹചര്യമാണ് അവരെന്താക്കുന്നത്? നല്ലതാക്കിയിട്ട് മാറ്റുന്നത്. അപ്പം ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം, സവർണ ജാതിക്കാർ എന്ത് ചെയ്തു? സ്കൂൾ തീയിട്ടങ്ങ് നശിപ്പിച്ചു. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തിനെ പറയുന്ന പേരാണ് 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള. 1915 എന്താണ്? ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. ഇനി ഈ ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ, ഊരൂട്ടാണേ, ഓരോട്ട് എന്നായി പോയതാ, സോറി. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ പുതിയ പേര് ഇപ്പം എന്താണെന്നറിയോ? അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ. അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ കഥ ഒന്ന് ഓർത്ത് വെച്ചോ, കാരണം ഇത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മളെപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചിലപ്പം തിരുവനന്തപുരം എന്നുള്ളത് മാറ്റിയിട്ട് ചിലപ്പം കാസർഗോഡ് എന്നോ അല്ലെങ്കിൽ തൃശ്ശൂർ എന്നൊക്കെ തന്നാൽ നിങ്ങൾ ഊരൂട്ടമ്പലം മാത്രം കാണുമ്പോൾ നിങ്ങൾ അതങ്ങെടുത്ത് കുത്തും. പക്ഷെ അങ്ങനെ കുത്താൻ നിൽക്കരുത്. എന്ത് ചെയ്യണം? തിരുവനന്തപുരത്തുള്ള ഊരൂട്ടമ്പലം ഗ്രാമത്തിലാണിത് സംഭവിക്കുന്നത്. കുട്ടിയുടെ പേര് പഞ്ചമി എന്നാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പേര് നിങ്ങൾ വെറുതെ ഇട്ടാളരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആര് വരുന്നുണ്ട്? സ്കൂളിൻ്റെ പേര് പിന്നെ ആരുടെ പേരായി വരുന്നുണ്ട്? കുട്ടിയുടെ പേരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചമി എന്ന് പറയുന്ന ദളിത് ബാലികയെ ആരാണ് സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയത്? ആരാണ് മക്കളെ? ആരാണ്?
അതെ, അയ്യങ്കാളി. ഈ അയ്യങ്കാളി കൊണ്ടുവന്ന സമയത്ത് എന്ത് സംഭവിച്ചു? സവർണ ജാതിക്കാർ എന്ത് ചെയ്തു? അങ്ങനെ ഇപ്പൊ ഒരു ദളിത് ബാലിക ഇവിടെ പഠിക്കണ്ട, സ്കൂൾ അങ്ങ് തീയിട്ട് നശിപ്പിച്ചേക്ക്, നമ്മുടെ കുട്ടികളും പഠിക്കണ്ട, അല്ലേ? അവരുടെ കുട്ടികൾ പഠിക്കുന്നത് എന്തിനാ? ഷോ കാണിക്കാനല്ലേ? കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾ ചിലപ്പോൾ ആരായിരിക്കും? താഴ്ന്ന ജാതിയുള്ള കുട്ടികളായിരിക്കും. അപ്പം അതുകൊണ്ട് ആരും പഠിക്കണ്ട, സ്കൂൾ അങ്ങ് തീയിട്ടേക്കാം. ഇപ്പോഴൊക്കെയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ സ്കൂളൊക്കെ തീയിട്ടാൽ. അപ്പൊ ഈ ഒരു സമരത്തിന് പറയുന്ന, അപ്പൊ അതിനെ എന്താണ്? അതെ, ദുഷ്ടന്മാര്. അതാണ്, അത്രയും ക്രൂരത നിറഞ്ഞ മനസ്സായിരുന്നു അവർക്ക്. അപ്പൊ ഈ ഒരു സ്കൂള് തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തെ പറയുന്ന പേരെന്താണ്? ഈ ഒരു പ്രക്ഷോഭത്തിന് പറയുന്ന പേര്, 2 പേരിലാണ് ഈ പ്രക്ഷോഭം അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? ടൈപ്പ് ചെയ്യുവാണോ? പ്രക്ഷോഭത്തിന്റെ പേര് അതെ, 90-ാം ആണ്ട് ലഹള, ഊരൂട്ടമ്പലം ലഹള. ഇനി ഈ ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളിന്റെ പുതിയ പേരെന്താണ്? ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളിന്റെ പുതിയ പേര്. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളിന്റെ അയ്യങ്കാളി മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട്. അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ. പേര് മറക്കരുത്. അയ്യങ്കാളി പഞ്ചമി, 90-ാം ആണ്ട് ലഹള, ഊരൂട്ടമ്പലം ലഹള. 1915 വർഷം. വർഷം എത്രയാ? വർഷം 1915. ഓക്കെ. അപ്പം അയ്യങ്കാളി പറഞ്ഞൊരു കാര്യമാണിത്, ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. മുട്ടിപ്പുല്ല് കുരുപ്പിക്കുന്നാട്ടോ, ഞാൻ കുലുപ്പിക്കുന്ന എഴുതിയ, സോറി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിൽ മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. അതായത് എന്താണ്? ഇവിടെ ആരാണ് ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കുന്നത്? നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് ആരാണ്? ഈ അടിയാന്മാരാണ്, താഴ്ന്ന ജാതിക്കാരാണ്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം നൽകിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഇവിടെ ആ രീതിയിലുള്ള നെല്ല് പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർക്ക് ഭക്ഷ്യവിളകളൊന്നും അവരെന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്, ഇവിടെ നടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പറഞ്ഞതാരാണ്? അയ്യങ്കാളിയാണ്. അപ്പം അത് ഓർത്തോളൂ കേട്ടോ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും, നമ്മൾ കഴിഞ്ഞ നവോത്ഥാന നായകന്മാരിൽ പറഞ്ഞതാണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമാണ് എന്ത്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ശ്രീനാരായണ ഗുരുവിൻ്റെ അർത്ഥവത്തായിട്ടുള്ള വാക്കാണിത്. നമ്മൾ ക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് തന്നെ വേണം? വിദ്യ നൽകണമെങ്കിൽ, വിദ്യ കിട്ടണമെങ്കിൽ ആര് വേണം? വിദ്യാലയം തന്നെ വേണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പകരം എന്ത് നിർമ്മിക്കണം? വിദ്യാലയങ്ങൾ നിർമ്മിക്കണം. നല്ലൊരു ദേവാലയമാണ് എന്ത്? വിദ്യാലയം. അല്ലെങ്കിൽ പ്രധാന ദേവാലയം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കണം? വിദ്യാലയം തന്നെയായിരിക്കണം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ഓക്കെ ആണോ? ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞത് ഓരോരുത്തർ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് എന്താണ്? അയ്യങ്കാളി പറഞ്ഞ കാര്യമാണ്. എന്തൊക്കെയാണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിൽ
എല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും? മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ഇനി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത് ആരായിരുന്നു? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അതെ, മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. അത് ഓർത്ത് വെച്ചാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത് എന്ത്? പ്രധാന ദേവാലയം എന്തായിരിക്കണം? വിദ്യാലയമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാ? പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. വെരി ഗുഡ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു പേജ് കിടക്കുന്നത്. അടുത്തത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? വൈകുണ്ഠസ്വാമികളാണ് നിശ പാഠശാലകൾ സ്ഥാപിച്ചിട്ട് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയത്. അതിപ്പോൾ നമ്മൾ പറയുന്നൊക്കെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇവിടെ കേൾക്കുക കേട്ടോ. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ആളാണ് ചാവറയച്ചൻ അല്ലെങ്കിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹം പറഞ്ഞ കാര്യം പള്ളിക്കൊരു പള്ളിക്കൂടം. അത് നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും. നമ്മൾ സ്കൂൾ എന്നല്ല പറയാ, പള്ളിക്കൂടം എന്നാ പറയാ. അപ്പോൾ ഇത് ആണ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായതുകൊണ്ടാണ് പള്ളിക്കൂടം എന്ന് പറയുന്നത്. അപ്പോൾ പള്ളിക്കൊരു പള്ളിക്കൂടം, ഓരോരോ പള്ളിക്ക് ഓരോരോ പള്ളിക്കൂടം വേണം എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അങ്ങനെയും നിങ്ങൾ കേൾക്കും. ചിലപ്പോൾ എന്തും കേൾക്കും? ചാവറയച്ചൻ എന്നും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചതാരാണ്? പൊയ്കയിൽ യോഹന്നാനാണ് കേട്ടോ. പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചെന്നോ അങ്ങനെ കൂടി പറയുന്നു. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ സർക്കാർ അനുമതിയോടുകൂടി എന്ത് ചെയ്തു? തിരുവിതാംകൂറിൽ ഇതേപോലെ അരികുവൽക്കരിക്കപ്പെട്ട ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു. ഇനി അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പം അതൊന്ന് ആലോചിച്ചാൽ മതി. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അറബി ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ചട്ടമ്പിസ്വാമികൾ പറഞ്ഞൊരു കാര്യം അല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിശ പാഠശാലകൾ സ്ഥാപിച്ചിട്ട് വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആരായിരുന്നു? ഞാൻ പറഞ്ഞേ, ടൈപ്പ് ചെയ്ത്. അതെ, വൈകുണ്ഠ സ്വാമികൾ. നിശ പാഠശാല, വയോജന വിദ്യാഭ്യാസം. രണ്ടാമത്തെ ആള് പള്ളിക്കൊരു പള്ളിക്കൂടം. ആരാ കൊണ്ടുവന്നത്? പള്ളിക്കൊരു പള്ളിക്കൂടം, ചാവറയച്ചൻ. അത് നിങ്ങൾക്ക് അവരുടെ നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇനി കാസ്റ്റും റിലീജിയനൊക്കെ പറയേണ്ടി വരും. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റൂ. ഞാൻ ഒരിക്കലും ജാതി പറയല്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അദ്ദേഹം ആരാണ്? ഒരു ക്രിസ്ത്യനാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? നമ്മളെല്ലാവരും എന്താ ചെയ്യുക? നമ്മുടെ എന്ത് വലിയ ജാതി കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അതെ പള്ളി ചാവറയച്ചൻ അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ആൾക്കാരെ ഒന്ന് മേലോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കുക അല്ലേ. അപ്പം പള്ളി ആയതുകൊണ്ട് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ. പള്ളി ചാവറയച്ചൻ അച്ഛനാണല്ലോ, പള്ളിയച്ഛനാണല്ലോ. അപ്പോൾ പള്ളിക്കൊരു പള്ളിക്കൂടം, ചാവറയച്ചൻ. ഇനി അടുത്ത ആള് സർക്കാർ അനുമതിയോടുകൂടി തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചതാരാണ്? ഇതിൽ അതെ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ അടുത്ത ആള് അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായിട്ട് പ്രവർത്തിച്ച നേതാവ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം കണക്ട് ആക്കിയാൽ മതി. അതെ, മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. വെരി ഗുഡ് 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 ഗുഡ്. അടുത്തത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തി.
വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തി. നാക്കല്ല ഉളുക്കുന്നല്ലോ ഒന്ന്. ചട്ടമ്പി സ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ, ഒന്നാലോചിച്ചാൽ മതി. വിദ്യ, ചട്ടമ്പി. നമ്മൾ പറയില്ലേ, ഓ ആളൊരു ചട്ടമ്പിയാണ്, എല്ലാ വിദ്യയും കയ്യിലുണ്ട് എന്ന് പറയില്ലേ? അങ്ങനെ പറയില്ലേ നമ്മള്? എല്ലാ വിദ്യയും നിന്റെ കയ്യിലുണ്ടല്ലോ, നീ ആളൊരു ചട്ടമ്പി തന്നെ എന്ന് പറയില്ലേ? അപ്പൊ ആലോചിച്ചാൽ മതി, വിദ്യ, ചട്ടമ്പി. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ചട്ടമ്പി. മറന്നു പോകുമോ? മനസ്സിലായോ? എല്ലാ വിദ്യയും കയ്യിലുണ്ടല്ലോ, നിങ്ങൾ ആളൊരു ചട്ടമ്പി തന്നെ അല്ലേ? അപ്പൊ ആലോചിച്ചാൽ മതി കേട്ടോ, വിദ്യ, ചട്ടമ്പി. പിന്നെ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയായിട്ടുള്ള ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കൊക്കെ എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണേത്? രണ്ട് പോയിന്റ് ഉണ്ട് ഇതിൽ. ഏതൊക്കെ 2 പോയിന്റ്? ഒന്ന്, ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, ഇവയ്ക്കെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണേത്? ജാതിക്കുമ്മി. ഇനി ഇത് ആരാണ് എഴുതിയത്? പണ്ഡിറ്റ് KP കറുപ്പൻ. 2 പോയിന്റ് ഉണ്ട് ഇവിടെ. ഒന്ന്, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി. അത് എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ആദ്യത്തെ ദളിത് വനിത എവിടേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? അതെ അതെ അതെ, ദളിത് ദാക്ഷായണി. ദാ അപ്പം നമ്മുടെ വിദ്യ ആരാ? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. സകല വിദ്യയും കയ്യിലുള്ളവളാ, ചട്ടമ്പിയാണ് അല്ലേ? ആരാ? എവിടെ ചട്ടമ്പികളൊക്കെ? എവിടെ ചട്ടമ്പി സ്വാമികൾ? അടുത്തത്, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി ഏതാ? കൃതി ഏതാ? ജാതിക്കുമ്മി. ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, ഈ 2 അനാചാരങ്ങൾക്കെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് കേട്ടോ. ഇനി ഇത് രചിച്ചതാരാ? KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, പല രീതിയിൽ ചോദിക്കാം. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദളിത് വനിത ആരാ? ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ദളിത് വനിത. ഓക്കെ അല്ലേ? ദാക്ഷായണി വേലായുധൻ. ഇനി അതേപോലെ ഇതൊക്കെ ചെറിയ ആളുകൾ. ഇനി ഒരു വലിയൊരു സംഭവം. ഇതാണ് ഇപ്പൊ നമ്മുടെ അരികുവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ. അതിൽ ശ്രീനാരായണ ഗുരു ഉണ്ട്, ചാവറയച്ചനുണ്ട്, നമ്മുടെ വൈകുണ്ഠസ്വാമികളുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്, യോഹന്നാൻ ഉണ്ട്, KP കറുപ്പനുണ്ട്, ദാക്ഷായണി വേലായുധനുണ്ട്. ഇനി കുറച്ചുകൂടി ഒരു അതുക്കും മേലെ എന്ന് പറയുന്ന ആളുകളാണ് ഇതൊക്കെ. ഒന്ന്, ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഇദ്ദേഹമാണ് കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത. അപ്പൊ ഇവരെ വർഷം നോക്ക് നിങ്ങള്. വർഷം ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. 1886 മുതൽ 976 വരെയാണ് ഇവരുടെ പീരീഡ് വരുന്നത്. 976 ആ സമയത്ത് അവര് കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ്. അപ്പൊ അവരുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങള്. കേരളത്തിലെ തന്നെ വൈദ്യശാസ്ത്രത്തിലെ ബിരുദം നേടിയ ആദ്യത്തെ വനിത. ഇനി അടുത്തതും കൂടി കേട്ടോ. ഏതാണ്? 1886 to 1976.
അപ്പൊ അവരുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത. ഇനി അടുത്തത് കേട്ടാൽ നിങ്ങൾ കുറച്ചുകൂടി ഞെട്ടും. അതായത് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകില്ല. ആ സമയത്ത് അങ്ങനെയാണല്ലോ അവരുടെ നിലപാട്. ആ സമയത്ത് അവരെന്ത് ചെയ്തു? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എന്ത് ചെയ്തു? ബിരുദം എടുത്തു. കണ്ടോ, അതാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. നമ്മൾ സ്ത്രീകൾ എങ്ങനെ വില കുറച്ച് കാണുക. പക്ഷെ ഇതുപോലുള്ള ചങ്കൂറ്റുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. അപ്പൊ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് എന്ത് ചെയ്തത്? ബിരുദം നേടിയത്. അദ്ദേഹം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയായിരുന്നു. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ കേരളത്തിൽ തന്നെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സർവകലാശാലകളൊന്നും സ്ത്രീകൾക്ക് MBBS ഒന്നും കൊടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ കാലത്ത് അവരുടെ റേഞ്ച് നോക്കിക്കേ നിങ്ങൾ. 76 വരെ അവരുടെ മരണം 76-ലായിരിക്കുമല്ലോ, അതുവരെയാണ് അവർ ജീവിച്ചത്. ആ ഒരു ടൈമിൽ അവര് എത്രത്തോളം ഒരു ധീര വനിത എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരില്ലേ? കാരണം അവര് വിദ്യാഭ്യാസത്തിന് വേണ്ടി എവിടം വരെ എത്തി. ഇന്നൊക്കെ നമ്മൾ ലണ്ടനും UK എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ വീട്ടുകാർ സമ്മതിക്കും, നമ്മുടെ സമൂഹവും സമ്മതിക്കും, സൊസൈറ്റിയിലും പ്രശ്നമില്ല, നമ്മൾ സുഖമായിട്ട് പോയി വരും. പക്ഷെ അന്നത്തെ കാലത്ത് നോക്കിക്കേ, ഇന്ത്യൻ സർവകലാശാലകളൊന്നും എന്ത് കൊടുക്കുന്നില്ല? സ്ത്രീകൾക്ക് MBBS ബിരുദം ഒന്നും കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കുന്നില്ലേ, കൊടുക്കണ്ട, ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. പക്ഷെ അവർ എന്ത് ചെയ്തില്ല? അവർക്ക് കിട്ടണം. അവര് ഇവിടെ ഇല്ലെങ്കിൽ വേണ്ട, ഇവിടെ കിട്ടുന്നിടത്തിൽ അവർ പോയി വാങ്ങിക്കോളാം. ലണ്ടൻ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു. കേരളത്തിൽ തന്നെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയായിട്ട് മാറി. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഓക്കെ അല്ലേ? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരാണ്? കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ്? മേരി പുന്നൻ ലൂക്കോസ്. ഓക്കെ, ഇനി അടുത്ത ആളും പുപ്പുലിയാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. EK ജാനകി അമ്മാളാണ്. അമ്മാളൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ജനനം തലശ്ശേരിയാണ്, കണ്ണൂരില്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് ജാനകി അമ്മാൾ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞയാണ് ജാനകി അമ്മാൾ. അപ്പൊ അവരുടെ വർഷവും ഞാൻ പറഞ്ഞുതരാം. അവരുടെ ആ ഒരു വർഷം ഞാൻ പറഞ്ഞിരുന്നത് എന്തിനാന്ന് വെച്ചാല് അവരുടെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് അവർ ഇത്രയും അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അവരുണ്ടെങ്കിൽ, അവര് ഈ ഒരു സമയത്തും അവരുണ്ടെങ്കിൽ അവർ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയേനെ. അപ്പം 1897 മുതൽ 1984 വരെയാണ് അവരുടെ പീരീഡ് വരുന്നത്. 1897 ടു 1984. അപ്പോൾ തലശ്ശേരിയിലാണ് ജനനം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ. പിന്നെ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. പിന്നെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 1977 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഒക്കെ എല്ലാ അച്ചീവ്മെന്റ്സും നേടിയിട്ടാണ് അദ്ദേഹം പോയത് നമുക്ക് പറയാം. അപ്പം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ, പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ, കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു, പത്മശ്രീ കിട്ടി. ഓക്കെ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരാണോ? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ അതെ ജാനകി അമ്മാളാണ്. 1977 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് മേരി പുന്നൻ ലൂക്കോസിലാണ്. ശരിയോ തെറ്റോ? 1977 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനാണ്.
അതെ, തെറ്റാണ് അല്ലേ. ജാനകി അമ്മാളിനാണ് കിട്ടിയത്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയത് ജാനകി അമ്മാളാണ്. ശരിയോ തെറ്റോ? കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത ജാനകി അമ്മാളാണ്. ശരിയോ തെറ്റോ? യെസ്. ആരാണ് അത്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് അല്ലേ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഓക്കെ ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആള് റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ ആയിരുന്നു. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ വ്യക്തിയായിരുന്നു കേട്ടോ. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ വ്യക്തി. കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കറാണ് റോസമ്മ പുന്നൂസ്. രണ്ടെണ്ണേ ഉള്ളൂ. എന്താണ്? കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ വ്യക്തി, അതായത് ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ആരായിരുന്നു? പോയോ? ആരാ ഇടയിൽ കൂടി ലെഫ്റ്റ് ആവുന്നത്? അതെ, റോസമ്മ പുന്നൂസ്. ടൈപ്പ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ ആയിരുന്നു ജാനകി അമ്മാൾ. ശരിയോ തെറ്റോ? കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ ആയിരുന്നു ജാനകി അമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ജാനകി അമ്മാൾ. ശരിയോ തെറ്റോ? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ജാനകി അമ്മാൾ. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ വനിതയാണ് ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ശരിയാണോ തെറ്റാണോ? യെസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദളിത് വനിതയാണ് റോസമ്മ പുന്നൂസ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദളിത് വനിതയാണ് റോസമ്മ പുന്നൂസ്. അല്ല, പിന്നെ ആരായിരുന്നു? ദാക്ഷായണി വേലായുധൻ. ദളിത് ദാക്ഷായണി. ഓക്കെ. ജാതിക്കുമ്മി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ശരിയാണോ? ജാതിക്കുമ്മി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ആരാണ് രചിച്ചത് ജാതിക്കുമ്മി? ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. ചാവറയച്ചൻ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തി ആരാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. യെസ്, എല്ലാ വിദ്യയും കയ്യിലുണ്ട്. ചട്ടമ്പി സ്വാമികൾ. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. യെസ്. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. വെരി ഗുഡ്. അപ്പോൾ ഓക്കെ അല്ലേ? ഇതുവരെ കറക്റ്റ് അല്ലേ? ഇതുവരെ കറക്റ്റ് അല്ലേ കിട്ടുണ്ണിയേട്ടാ? ഇതുവരെ വളരെ അവസാനം അടിച്ചു പോരേന്ന് പറയണം കേട്ടോ. അതെ അതെ, ഇതുവരെ വളരെ ശരിയാണ്. ഇനി അടുത്ത ആള് നിലമ്പൂർ ആയിഷയാണ് കേട്ടോ. നിലമ്പൂർ ആയിഷ കേട്ടിട്ടുണ്ടോ? നിലമ്പൂർ ആയിഷ മലപ്പുറത്താണ് ജനനം. മലപ്പുറത്തെ നിലമ്പൂരിലാണ് ജനനം. 1935 മുസ്ലിം സമുദായത്തിൽ നിന്നും നാടകത്തിൽ അഭിനയിച്ച ആദ്യത്തെ വനിതയാണ്. അപ്പൊ നമുക്കറിയാം മുസ്ലിം സമുദായവും ഒക്കെ ഏകദേശം എന്താണ്, പണ്ടത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ നാടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ
ഈ നാടകം, സിനിമ എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് എന്താണ് വല്ലാത്തൊരു അയ്യേ എന്ന് പറയുന്നൊരു ഫീലാണ്. നമ്മുടെ സെല്ലുലോയിഡ് സിനിമയിൽ കണ്ടാൽ മനസ്സിലാവും. നാടകത്തിൽ അഭിനയിക്കാൻ പോവുക, സിനിമയിൽ അഭിനയിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ആ സിനിമയിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ട്, ഇത് താഴ്ന്ന ജാതിക്കാരെ സിനിമയിൽ അഭിനയിപ്പിച്ചതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നും നാടകത്തിൽ അഭിനയിച്ച ആദ്യത്തെ വനിതയാണ് നമ്മുടെ നിലമ്പൂർ ആയിഷ. അപ്പൊ അവരുടെ ആദ്യത്തെ നാടകം എന്താണെന്നറിയോ? ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കുന്നത് അല്ലേ? എന്താ അല്ലേ ആ എതിരെ നിൽക്കുന്ന ആളുകൾക്കിട്ടൊരു പണി, ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കുന്നു. ഇജ്ജ് എന്ന് പറയുന്നത് അവരുടെ ഭാഷയായി. നീ എന്ന് പറയുന്നതാണ് ഇജ്ജ്. ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കൂ, നീ നല്ലൊരു മനുഷ്യനാവാൻ നോക്കൂ എന്നാ പറയുന്നത്. ജാതിയും മതവും ഒന്നല്ല അവിടെ നോക്കേണ്ടത് അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ നിലമ്പൂർ ആയിഷയുടെ ആദ്യത്തെ നാടകം, ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കൂ. ആത്മകഥ ഉണ്ട് ആയിഷയുടെ, ജീവിതത്തിന്റെ അരങ്ങാണ് കേട്ടോ. ജീവിതത്തിന്റെ അരങ്ങാണ് ആദ്യത്തെ നാടകം. സോറി, ആത്മകഥ മാറിപ്പോയി. നാടകം ഏതാണ്? ഇജ്ജ് നല്ലൊരു മനുഷ്യൻ. ഒന്ന് കണ്ണാടി നോക്കി എല്ലാവരും ഒന്ന് പറഞ്ഞോക്ക്, ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കൂ. അപ്പൊ നമുക്ക് രാവിലെ എല്ലാ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഉണർവുണ്ടാവും. ആത്മകഥ, ജീവിതത്തിന്റെ അരങ്ങ്. ഇനി ഇവർക്കൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് 2008. SL പുരം സദാനന്ദൻ പുരസ്കാരം. SL പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചു 2008. ഇനി ആയിഷയുടെ, നിലമ്പൂർ ആയിഷയുടെ ജീവിത പശ്ചാത്തലാക്കിയിട്ടുള്ള ഒരു മലയാള ചലച്ചിത്രമുണ്ട്. അതാണ് ആയിഷ. നിലമ്പൂർ ആയിഷയുടെ ജീവിതം പശ്ചാത്തലമാക്കിയ മലയാള ചലച്ചിത്രമാണ് ആയിഷ. അതിൽ ആയിഷയായിട്ട് വേഷം ഇട്ടത് മഞ്ജു വാര്യരാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയുടെ ജനനസ്ഥലം എവിടെയാണ്? മലപ്പുറം. ആദ്യമായിട്ട് അഭിനയിച്ച നാടകത്തിന്റെ പേരെന്താണ്? ഞാൻ പറയണോ? നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ പറയാം. ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്ക്. ജി അത് മതി. ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്ക്. മനുഷ്യനല്ല കേട്ടോ, മനുഷ്യൻ. ഇനി ആത്മകഥ ഏതാണ്? ആത്മകഥ ഏതാണ് ആയിഷയുടെ? ജീവിതത്തിന്റെ അരങ്ങ്. SL പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചത് 2008. ഇനി നിലമ്പൂർ ആയിഷയുടെ ജീവിതം പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു ചലച്ചിത്രമുണ്ട്, അതേതാ? അതിൽ ആരാണ് അഭിനയിച്ചത്? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം ആൻഡ് കേരള നവോത്ഥാനം. ഇതാണ് ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഇനി നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ മുന്നേ കേരള നവോത്ഥാനം ഓക്കെ ആണോ? അപ്പൊ ഇതിൽ ഞാന് മഞ്ജു ചേച്ചി, നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി, ഞാൻ ഇതുപോലെ 2-3 ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരാം കേട്ടോ. ഞാൻ 2-3 ക്ലൂസ് തരാം. ആ ക്ലൂ വെച്ചിട്ട് അത് ആരാന്ന് കണ്ടുപിടിക്കും കേട്ടോ. (1977) പത്മശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തി. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ. തെറ്റിപ്പോകരുത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ, ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ, പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1977. ജാനകി അമ്മാൾ. വെരി ഗുഡ്, ജാനകി അമ്മാളാണ് കേട്ടോ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത വനിത. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യത്തെ വനിതാ പ്രതിനിധി. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. വെരി ഗുഡ്.
പിന്നെ 90-ാം ആണ്ട് ലഹള, ഊരൂട്ടമ്പലം ലഹള, ഊരൂട്ടമ്പലം സർക്കാർ AUP സ്കൂൾ, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാ? യെസ്, അയ്യങ്കാളി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഞാനിപ്പം വടിയെടുത്ത് വരും അങ്ങോട്ടേക്ക്. ചട്ടമ്പി സ്വാമികളോ? അതാരാ? ആ, ശ്രീനാരായണ ഗുരു. മറന്നുപോയി. ആ വിദ്യ കേട്ടപ്പം വേഗം ഇതിൽ കുത്തിയതല്ലേ? അത് ശരി. ആ, അതവിടെ നിൽക്കട്ടെ. ആ വിദ്യയല്ല ഈ വിദ്യ, ഇത് വേറെ വിദ്യ. ആ, ഇനി തെറ്റിപ്പോകരുത് കേട്ടോ. ഞാനതാ വിചാരിക്കുന്നേ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇത് നമ്മൾ പണ്ട് പഠിച്ചതാ, നമ്മുടെ ശ്രീനാരായണ ഗുരു ഫസ്റ്റ് ക്ലാസ്. മറന്നുപോകല്ലേ. ഈ വിദ്യയല്ല ആ വിദ്യ, മറക്കരുത്. ദൈവമേ, ഞാൻ ആ ഒരു ഇത് പറഞ്ഞ് കുടുങ്ങിപ്പോയല്ലോ. അതെ, പ്രഭു ഗുരു. അതെ, വെരി ഗുഡ്. പ്രബുദ്ധരാവുക, പ്രബുദ്ധർ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രഭു ഗുരു, അത് ഓർത്താൽ മതി കേട്ടോ. ഇനി, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഓക്കെ. പള്ളിക്കൊരു പള്ളിക്കൂടം, പള്ളിക്കൊരു പള്ളിക്കൂടം, പള്ളിക്കൊരു പള്ളിക്കൂടം. നിശാ പാഠശാലകൾ, വയോജന വിദ്യാഭ്യാസം, നിശാ പാഠശാലകൾ, വയോജന വിദ്യാഭ്യാസം. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഓക്കെ, അപ്പൊ സെറ്റല്ലേ? ഓക്കെ 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 അപ്പൊ സെറ്റല്ലേ? അപ്പൊ ഇന്ത്യൻ നവോത്ഥാനത്തിലേക്ക് കാലുകുത്താം, കാലെടുത്ത് വെക്കാം. അപ്പൊ എല്ലാരും കാല് പൊന്തിച്ചോ, കാലെടുത്ത് വെക്കാം. അപ്പൊ ഇന്ത്യൻ നവോത്ഥാനം. അപ്പൊ ഇന്ത്യൻ നവോത്ഥാനത്തിൽ നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെ, ഫൂലെയോ ഭൂലെയോ എന്ത് വേണേ പറയാം. അപ്പൊ അതില് പറയുന്നത്, ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. കണ്ടോ ആളെ കണ്ടോ? ആളെ ഫോട്ടോ ഞാൻ വെച്ചില്ല, സോറി, ഫോട്ടോ വെക്കാൻ വിട്ടുപോയി. അപ്പൊ ആളെ ശ്രദ്ധിച്ചോ. ജ്യോതിറാവു ഫൂലെ എന്താ ചെയ്തത്? ഈ ജാതി മത ചൂഷണത്തിന് വിധേയമാകുന്ന സമൂഹത്തെ മൊത്തത്തിൽ ദളിത് എന്ന് വിളിച്ചത് ആരാണ്? അല്ലെങ്കിൽ ആ ഒരു പദം ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ് കേട്ടോ. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ സൂചിപ്പിക്കാൻ ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതിറാവു ഫൂലെ. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിച്ചു. ചില സ്ഥലത്തൊക്കെ ഈ വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കാതെ വേറെ വഴിയില്ല. കാരണം 19, 60 വയസ്സുള്ളവരൊന്നല്ല വിധവകള്. ആരാണ്? 14, 12, 11 വയസ്സുള്ള കുട്ടികളെയൊക്കെ 50, 60, 70 വയസ്സുള്ള കിളവന്മാരൊക്കെ കെട്ടുകയാണ്. 2 വർഷം കഴിഞ്ഞാൽ അവർ തട്ടിപ്പോകും. തട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവരാരായി? വിധവകളായി. പിന്നെ ഇവർക്ക് എന്താണ്? പണ്ട് കാലത്ത് ഇപ്പം ഉള്ള വിധവകൾ ജീവിക്കുന്ന പോലെയല്ല അവർ ജീവിക്കുക. അവർ വെള്ള സാരിയൊക്കെ ഇട്ട്, പൊട്ട് കുത്താൻ പാടില്ല, വളയിടാൻ പാടില്ല, മാല ഇടാൻ പാടില്ല, ഒരു റൂമിൻ്റെ ഉള്ളിൽ കഴിയണം. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ആ കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് ചിലപ്പോൾ 11, 12 വയസ്സൊക്കെ ആയിരിക്കും. ആ കുട്ടികളെയാണ് 10, 60 വയസ്സുള്ള കിളവന്മാരൊക്കെ കെട്ടുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇനിയൊരു ജീവിതം ഇല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലുള്ള നവോത്ഥാന നായകന്മാർ എന്ത് ചെയ്തത്? വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചത്. നിങ്ങൾ എന്ത് കണ്ണ് കാണരുത്? 10, 60 വയസ്സുള്ള മുത്തശ്ശിയെ കല്യാണം കഴിപ്പിക്കുന്നതല്ല നിങ്ങൾ കണ്ണ് കാണുന്നത് കേട്ടോ. നമ്മുടെ മൈൻഡിൽ അതായിരിക്കും ഉണ്ടാവുക. 10, 60, 70 വയസ്സുള്ള മുത്തശ്ശിയെ ഒന്നുകൂടി കല്യാണം കഴിപ്പിക്കാനല്ല അവർ ഉദ്ദേശിക്കുന്നത്.
10-11 വയസ്സുള്ള കുട്ടികളായിരിക്കും അവരൊക്കെ, ഇവരുടെ ഭാര്യമാരെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വിധവകൾ എന്ന് പറഞ്ഞ ചെറിയ കുട്ടികളെ രണ്ടാമത് വിവാഹം കഴിപ്പിക്കാൻ അവർക്കൊരു ജീവിതം ഉണ്ടല്ലോ. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? ജ്യോതിറാവു ഫൂലെ. ഇനി സ്ത്രീകൾ, ദളിതർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളാണ് ആരൊക്കെ? സ്ത്രീകളും ദളിതരും. ദളിതരെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവർ പറഞ്ഞു എന്ത്, ജാതി മത ചൂഷണത്തിന് വിധേയമായിട്ട് ഉള്ള സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദളിതെന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി പ്രാമുഖ്യം നൽകി. 1873 പൂനെയിൽ സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചു. സത്യശോധക് സമാജ്. ഇനി ജ്യോതിറാവു ഫൂലെയുടെ പ്രധാന പുസ്തകമാണ് ഗുലാംഗിരി. അദ്ദേഹത്തിന്റെ പത്നിയാണ് സാവിത്രി ഫൂലെ. ഓക്കെ ആണോ? അദ്ദേഹമാണ് ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്താണ് ദളിത് എന്ന് പറയുന്ന പദം? ജാതിമത ചൂഷണത്തിന് വിധേയമായിട്ടുള്ള സമൂഹത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പറയാട്ടോ. ഗുലാം ഗിരി. ഗുലാം 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 വിധവാ വിവാഹം പ്രോത്സാഹിപ്പിച്ചു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ജാതി വ്യവസ്ഥയെ കർശനമായിട്ട് എതിർക്കുകയും ചെയ്തു. പിന്നെ സ്ത്രീകൾ, ദളിതർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകി. പിന്നെ 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചു. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ പുസ്തകമാണ് ഗുലാം ഗിരി. ജ്യോതിറാവു ഫൂലെയുടെ പത്നിയാണ് ആര്? സാവിത്രി ബായി ഫൂലെ. ഓക്കെ ആണോ? അടുത്ത ആള് സാവിത്രിബായി ഫൂലെ. സാവിത്രിബായി ഫൂലെ ചെയ്തത് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒന്നും എന്തില്ല, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇല്ലായിരുന്നു. അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗമായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ ആദ്യത്തെ പ്രധാന അധ്യാപികയാണ് നമ്മുടെ ജ്യോതിറാവു ഫൂലെയുടെ ഭാര്യയായിട്ടുള്ള സാവിത്രിബായി ഫൂലെ. സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവബോധം വളർത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഒരു മഹിളാ സേവാ മണ്ഡലം സ്ഥാപിച്ചു. മഹിളാ സേവാ മണ്ഡലം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കുടുംബശ്രീയൊക്കെ പോലെ, കുടുംബശ്രീ അതുപോലെ അല്ല കേട്ടോ, അല്ല, ചെറിയ തോതിൽ, അതായത് സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് അവബോധം വളർത്താൻ വേണ്ടിയിട്ട് ഒരു മഹിളാ സേവാ മണ്ഡലം സ്ഥാപിച്ചു. കൃഷിക്കാർക്കും കർഷകർക്കുമായിട്ട് എന്ത് ചെയ്തു? നിശാ പാഠശാല. അതായത് അവർക്ക് രാത്രി ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കൃഷിക്കാർക്കും കർഷകർക്കൊക്കെ വേണ്ടി നിശാ പാഠശാല സ്ഥാപിച്ചു. ഇനി സാവിത്രിബായി ഫൂലെയുടെ ജന്മദിനമാണ് ജനുവരി 3. അത് മഹാരാഷ്ട്രയിൽ ബാലികാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. 2015 പൂനെ സർവകലാശാലയെ സാവിത്രിബായി ഫൂലെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. 2015 പൂനെ സർവകലാശാലയെ സാവിത്രിബായി പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ ആദ്യത്തെ പ്രധാന അധ്യാപികയാണ് നമ്മുടെ സാവിത്രിബായി ഫൂലെ. സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു അവബോധം വളർത്താൻ വേണ്ടി മഹിളാ സേവാ മണ്ഡലം സ്ഥാപിച്ചു. കൃഷിക്കാർക്കും കർഷകർക്കും വേണ്ടി നിശാ പാഠശാല സ്ഥാപിച്ചു. സാവിത്രിബായി ഫൂലെയുടെ ജന്മദിനമാണ് ജനുവരി 3. അത് മഹാരാഷ്ട്രയിൽ ബാലികാ ദിനമായിട്ട് ആഘോഷിക്കുന്നു. 2015 പൂനെ സർവകലാശാലയെ സാവിത്രിബായി ഫൂലെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാവിത്രിബായി ഫൂലെയുടെ ജന്മദിനം എന്നായിരുന്നു?
അതെന്തായിട്ടാണ് മഹാരാഷ്ട്രയിൽ കൊണ്ടാടുന്നത്? മഹാരാഷ്ട്രയിൽ എന്തായിട്ടാണ് കൊണ്ടാടുന്നത്? ബാലികാ ദിനം. അതെ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ആളാണ് പണ്ഡിത രമാഭായി. പണ്ഡിത രമാഭായി 19-ാം നൂറ്റാണ്ടില് സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി 1881 പൂനെയില് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചു. പൂനെയിൽ ആര്യ മഹിളാ സഭ സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി. ഇനി ബാലവിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി 1888 പൂനെയിൽ മുക്തി മിഷൻ സ്ഥാപിച്ചു. ബാലവിധവകളുടെ, അതായത് ചെറിയ കുട്ടികൾ വിധവയായിട്ടുള്ള ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് മുക്തി മിഷൻ സ്ഥാപിച്ചു. ഇനി വിധവകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ വിധവകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ 10-60-70 വയസ്സായിട്ടുള്ള മുത്തശ്ശിമാരല്ല, ഒരു 11-12 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വിവാഹം കഴിച്ച് വിധവയായാലും അവർക്ക് ഒരു പുനർവിവാഹവും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാനും നല്ലൊരു വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് ആര് പ്രയത്നിച്ചിട്ടുണ്ട്? പണ്ഡിത രമാഭായി പ്രയത്നിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ആര്യ മഹിളാ സഭ, വിധവകളുടെ പുനരധിവാസം. അടുത്ത ആള് നമ്മുടെ ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവ്. പെരിയാർ അല്ല, പെരിയോർ. പെരിയോർ എന്ന് വെച്ചാൽ നമ്മൾ വലിയ ആളെന്നൊക്കെ പറയില്ലേ, പെരിയോർ വൈക്കം ഹീറോ എന്നിങ്ങനെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. പെരിയോർ വൈക്കം ഹീറോ. 1926 സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചു. 1926 സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചു. ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയ സാമൂഹിക വിവേചനത്തിനെതിരെ പ്രവർത്തിച്ചു. അതായത് ഇവിടെയൊക്കെ എല്ലാത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആരാണ്? ഈ ബ്രാഹ്മണന്മാരാണ്. അപ്പൊ ഇവരാണ് ഈ വിവേചനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അതിനെതിരെ ആര് പ്രവർത്തിച്ചു? ഇ വി രാമസ്വാമി നായ്ക്കർ പ്രവർത്തിച്ചു. യുക്തിവാദം, ആത്മാഭിമാനം, സ്ത്രീകളുടെ അവകാശങ്ങൾ, ജാതി ഉന്മൂലനം എന്നീ തത്വങ്ങളാണ് ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. യുക്തിവാദം, അതുപോലെ തന്നെ ആത്മാഭിമാനം, അതായത് ആത്മാഭിമാനം വിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് എന്തുണ്ട്? ഒരുപാട് അവകാശങ്ങളുണ്ട്. ജാതി എന്ന് പറയുന്ന സാധനം ഇവിടുന്ന് തുടച്ചു നീക്കണം. ഈ തത്വങ്ങളാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. പിന്നെ 2021 മുതൽ തമിഴ്നാട് സർക്കാർ ഈ രാമസ്വാമി നായ്ക്കറുടെ ജന്മദിനത്തെ സാമൂഹിക നീതി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. പ്രധാനമായിട്ട് ആലോചിക്കുക, ഓർക്കുക, സാമൂഹിക നീതി ദിനം, വൈക്കം ഹീറോ, പെരിയോർ, സ്വാഭിമാന പ്രസ്ഥാനം. ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്വാഭിമാന പ്രസ്ഥാനം, വൈക്കം ഹീറോ, ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവ് പെരിയോർ, പിന്നെ യുക്തിവാദം, ആത്മാഭിമാനം, സ്ത്രീകളുടെ അവകാശങ്ങൾ, ജാതി ഉന്മൂലനം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ നവോത്ഥാന നായകന്മാർ.